ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ക്ലീനിങ് വീഡിയോ ആണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയല്ല, നമ്മൾ ഇന്നൊരു മെസ്സായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ഒരു റൂമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെസ്സാക്കിയിട്ടതല്ല. നമ്മൾ തുണി ഉണക്കാനും അങ്ങനെ തുണി വെക്കാനും അതേപോലെ തയ്ക്കാനും പഠിക്കാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് റൂമിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ഉണക്കിയിട്ട് നമ്മൾ മടക്കി വെക്കുന്നത്. നിങ്ങൾ അവിടെ തുണി കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ബാക്കിലത്തെ വ്യൂസ് ഒന്നും കാണിക്കാതെ ഇരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലമാരയിലെ ഡ്രസ്സും കാര്യങ്ങളാട്ടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ തന്നെ എൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അമ്മേൻ്റെ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ സാധനങ്ങളിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരു കവറിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. ആ ഒരു മടക്കി വെക്കാൻ തന്നെ നമുക്ക് കുറേ ഉണ്ട്. ഇത് എൻ്റെ അലമാര മാത്രമാണ് കേട്ടോ. എൻ്റെ സാധനങ്ങൾ ഇതിലുള്ളൂ. പിന്നെ അമ്മേൻ്റെ അടിക്കേണ്ടതും പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഡ്രസ്സാണെങ്കിൽ കൂടുതലായിട്ടുള്ളത് എനിക്കും അനിയത്തിക്കൊക്കെ വേറെ വേറെ അലമാരകൾ തന്നെയാണ്. അമ്മയ്ക്കും അച്ഛനും കൂടിയിട്ട് ഒരു അലമാര കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ എല്ലാം ഫസ്റ്റ് തന്നെ യൂണിഫോമും കാര്യങ്ങളും ക്ലീൻ ആക്കാണ്. ഒതുക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലൈനിങ് പീസും കാര്യങ്ങളാണ് അമ്മേൻ്റെ. അപ്പോൾ അമ്മ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതിൻ്റെ ലൈനിങ് മുറിച്ചിട്ട് അവിടെ ഇവിടെ ഇട്ടതാട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് അമ്മയുടെ ലൈനിങ് പീസും കാര്യങ്ങളൊക്കെ ആ ഒരു അടിയിൽ കാണുന്ന ഒരു കവറിൽ തന്നെ എല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിച്ചു. അതേപോലെ തന്നെ എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഞാൻ യൂണിഫോമും കാര്യങ്ങളും ഒന്ന് എൻ്റെത് വേറെ റോള്, അതേപോലെ തന്നെ ജീൻസും കാര്യങ്ങളും വേറെ റോള്, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക കാഷ്വൽ വിയേഴ്സ് വേറെ റോള്, അങ്ങനെ ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്ലോ മോഷൻ വീഡിയോ ഇട്ടതാട്ടോ, അതുകൊണ്ടാട്ടോ അങ്ങനെ തോന്നുന്നത്. ഇത് ശരിക്കും ഞാൻ ടൈം ലാപ്സിലാട്ടോ വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ജീൻസിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഹാങ്ങറിൽ ഇടാൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ങറിൽ ഇടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. സോ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഹാങ്ങറിൽ ഇടാൻ വിചാരിച്ചു. പിന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആട്ടോ മടക്കി വെക്കുന്നത്. യൂണിഫോമൊക്കെ ഞാൻ ഒരു റോ തന്നെ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി സ്പീഡാക്കി വീഡിയോ എടുത്തു കേട്ടോ. കാരണം എല്ലാം അടക്കം കുറേ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ ലാഗ് എടുപ്പിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ മടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് അടുപ്പിച്ച ടോപ്പാണ് കേട്ടോ. അതൊന്നും അമ്മ ഇട്ടിട്ടില്ല. കാരണം എവിടെയെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടാൻ വിചാരിച്ചിട്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വോൾ ടോപ്പിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു ഗ്രീൻ കളർ എന്താ പറയുക റോളിലാണ് ഞാൻ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാത്ത വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഷെമ്മീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുന്നത്, അലമാര തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ അലമാര എന്തായാലും ഞാൻ മാറ്റും. ഇതെൻ്റെ പഴയ അലമാരയാണ്. സോ ഇതെന്തായാലും ഞാൻ മാറ്റും. ഇപ്പൊ തൽക്കാലം ഞാൻ ഇത് യൂസ് ആക്കുന്നത്. ഇതൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, കുറേ കാലമായി. ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് ഉള്ള ഒരു അലമാരയും കാര്യങ്ങളാട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ നൈറ്റ് ഡ്രസ്സ് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സാട്ടോ ഞാൻ നൈറ്റ് ഡ്രസ്സ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ഇതിൽ വെച്ചു. പിന്നെ ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഒന്ന് ഒതുക്കി എല്ലായിടത്തും ഒന്ന് വെക്കുകയേ വേണ്ടും. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ക്ലോത്ത്സും കാര്യങ്ങളും അതേപോലെ തന്നെ ജീൻസിന് ടോപ്സ് ആട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഹാങ്കറിലൊക്കെ ടോപ്സ് ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ ഞാൻ എന്ത് ചെയ്തത് വേണ്ടാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. എനിക്കത് ഇടാൻ പറ്റുന്നില്ല. സോ അതെല്ലാം ഞാൻ കളഞ്ഞു. എന്നിട്ട് ഇതാ ബാക്കിയുള്ള ടോപ്സ് മാത്രമാട്ടോ ഞാൻ ഇതിപ്പോൾ ഇടാൻ പറ്റുന്ന കേട്ടോ വെക്കുന്നത്. ഇടുന്നതിനിടയ്ക്ക് പിന്നെ ഊരി വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കിയിട്ട് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി ജീൻസ് അതേപോലെ തന്നെ യൂണിഫോം അതൊക്കെ ആട്ടോ വയ്ക്കാനുള്ളത്. അപ്പോൾ ഞാൻ ജീൻസും യൂണിഫോമും എടുക്കുന്നുണ്ട്. ഫസ്റ്റ് യൂണിഫോം ഞാനൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അതിനുശേഷം ജീൻസും കാര്യങ്ങളും ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ജീൻസും കാര്യങ്ങളൊക്കെ ഒതുക്കി ഒരു സൈഡിൽ വെച്ചു. അങ്ങനെ എല്ലാം ഒന്ന് തരംതിരിച്ച് വെക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്കങ്ങനെ ചുരിദാർ അങ്ങനെ കുറവാണ്. അത് അമ്മയുടെ ചുരിദാറും കാര്യങ്ങളും അവിടെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അമ്മ അടിക്കുമ്പോൾ എടുത്തോട്ടെ വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക മെസ്സാക്കി അങ്ങനെ കിടക്കാത്ത വിധത്തിൽ ഞാൻ അങ്ങനെ അധികം ഇത് 2-3 പ്രാവശ്യം അങ്ങനെ വൃത്തിയാക്കാറൊന്നും ഇല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് ലോങ് ആയിട്ടുള്ള കുർത്തീസ് അങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്.
ബാക്കിയൊക്കെ ഞാൻ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി ഗൈസ്, കുറേ നേരം കറണ്ട് പോയി, അതേപോലെ തന്നെ കറണ്ട് വന്നുകൊണ്ടിരുന്നു അതിൻ്റെ ആട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഫ്ലാഷ് ഓൺ ആക്കിയപ്പോൾ കുറച്ചും കൂടി വെട്ടം വന്നു. എൻ്റെ ബാക്കി കാര്യങ്ങളും കൂടിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കളയും അല്ലെങ്കിൽ പിന്നെ കൊടുക്കും, അങ്ങനെ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല, അത് അപ്പുറം ഇപ്പുറം ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അലമാര ഒതുക്കി വെച്ചിട്ടുള്ളത്. ലാസ്റ്റത്തെ കള്ളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും അത് അമ്മ ഒതുക്കിയവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പിന്നെ അത് ഒതുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലമാരയുടെ മുകളിലൊക്കെ നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് ടൈം ലാപ്സിലാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായത്, അതാണ് ഇത്ര ഫാസ്റ്റ്. അപ്പോൾ അലമാരയുടെ മുകളിലൊക്കെ നിറയെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. നമുക്കൊന്നാമത് അലർജി ഉണ്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അപ്പാടെ തുമ്മാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മാസ്ക് ഇടാനാണ് ചെയ്തത്. അപ്പോൾ അതിനെ അമ്മയുടെ അടുത്തൊന്നും കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ആ ജനലിലെ കമ്പിയും കൂടി തുടച്ചു. പിന്നെ വാർഡ്രോബ് ജസ്റ്റ് മുകളിൽ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ട് ഈസ് ഇൻ മൈ വാർഡ്രോബ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതങ്ങനെ ക്ലീൻ ആക്കിയിട്ടില്ല, അന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനലിലാണ് കുറേ ഉണ്ടായത്, അത് തുറക്കാൻ പറ്റില്ല, നമ്മൾ പുറത്ത് അഴ കിട്ടിയതുകൊണ്ട് അത് തുറക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനാക്കി വിടുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തെങ്കിലും ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലീനാക്കാൻ നിന്നിട്ടുണ്ടായത് ഫാനാണ്. ഫാന് ഞാൻ ലീഫും കാര്യങ്ങളും തുടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫാനിലെ ലീഫ് തുടച്ചിട്ടില്ലെങ്കിൽ പൊടി നന്നേക്ക് ഇതുള്ളതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഫാന് കറങ്ങുമില്ല, അതായത് കാറ്റ് വരില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് എൻ്റെ സ്കൂൾ ബാഗ് എടുത്തിട്ട് ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടേബിളാട്ടോ ക്ലീനാക്കാൻ വിചാരിച്ചത്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ആക്കുന്ന ബുക്കാണ്, ഒരാഴ്ചയായി നമുക്ക് സ്കൂളില്ലാത്തത്, അതുകൊണ്ടാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവളോട് സംസാരിക്കുന്നതാട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞു ഗായ്സ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബുക്ക് അടുക്കി വെക്കലാണ് ഭയങ്കര പണി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കുറേ ബുക്കുണ്ട്. അത് ഞാൻ തൽക്കാലത്ത് അലമാരി കൊണ്ട് വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. അത് അലമാരി കൊണ്ട് വെച്ചു. പിന്നെ ഉണ്ടായത് കുറച്ച് എന്താ പറയുക എക്സാം പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ ഒരു വാർഡ്രോബിൽ തന്നെയാണ് വെച്ചത്. അതിൻ്റെ ആ സ്റ്റഡി ടേബിളിൻ്റെ അടിയിൽ തന്നെയാട്ടോ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ചാർജർ അവിടെ ഉണ്ട്, അത് ഞാൻ അങ്ങനെ മാറ്റിയില്ല. കാരണം ഫോൺ ഇടയ്ക്കിടയ്ക്കോ ചാർജ് കയറാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ തന്നെ ആട്ടോ വയ്ക്കാറ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ വീഡിയോ പറയുന്നത് എന്താ പറയുക, അമ്മയുടെ കുറച്ച് ചുരിദാർ അടിച്ചിട്ടുണ്ടാട്ടോ. അവിടെ ആ ഒരു ബ്രൗൺ കളറിലുള്ള തുണി കാണുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതേപോലെ തന്നെ മെഷറിംഗ് ടാപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ മെഷറിംഗ് ടാപ്പും കൂടി. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്കൊക്കെ നോക്കി ഞാൻ എന്തോ ഒരു ആലോചനയിലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മെഷറിംഗ് ടാപ്പ് അതായത് മടക്കി ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, അങ്ങനെ കുറേ സാധനങ്ങൾ ഒതുക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. കാരണം ഞാൻ വലിയ രീതിക്ക് ഇനി അങ്ങനെ റൂമിലല്ല, ഇപ്പം ഞാൻ തന്നെയാണ് പഠിക്കുന്നത്. റൂമൊക്കെ വൃത്തിയാക്കി ഈ കട്ടിലും കൂടിയിട്ട് നമ്മൾ മാറ്റും കേട്ടോ പിന്നീട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, കാരണം ഇത് നമുക്ക് ഫസ്റ്റായിട്ട് വാങ്ങിയ കട്ടിലാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കളയാത്തത്. പിന്നെ അവിടെ ഞാൻ ആ ഫാനിൻ്റെ പൊടി തുടച്ചപ്പോൾ അവിടെയൊക്കെ പൊടിക്കൊന്ന് അടിച്ചൊക്കെ വാരി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചു വാരലാണ് കേട്ടോ. എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ കയ്യെത്തുന്ന വിധത്തിൽ അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ഉള്ളിലോട്ട് പോയില്ല, കാണുന്ന വിധത്തിലുള്ളതെല്ലാം ഞാനൊന്ന് അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടിയാണ് തുടക്കലും ഞാൻ എന്തോ ലോഷനും കൂടി മിക്സാക്കിയിട്ട് ജസ്റ്റ് തുടച്ചു കൊടുക്കുന്നുണ്ട്. എത്ര തുടച്ചാലും ഈ വീട്ടിൽ പൊടി വരും കേട്ടോ. കുറേ ഉണ്ട് ഈ വീട്ടിൽ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. എത്രയായാലും നമ്മളെ വീട്ടിൽ പൊടി ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്, അതല്ല ഈ ഒരു ഏരിയയുടെ പ്രോബ്ലമാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞു ഗൈസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്ക വിരിക്കലാണ്. കിടക്ക വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പുതിയ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്, മറ്റേത് ഞാൻ അമ്മയ്ക്ക് അലക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കിടക്കയും കാര്യങ്ങളും വിരിച്ചു. രണ്ടാമത്തെ തലോണിയിൽ ആ തലോണർ കയറുന്നുണ്ടായില്ല, ഞാൻ എങ്ങനെയല്ലോ പിടിച്ച് കയറ്റിയതാണ്. കിളികൾ ഇവിടെ ഒച്ചയാക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഒരു ഡിസ്റ്റർബൻസ് ഉള്ളത്, വേറെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കിളി ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ കുറേ കിളിയും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി എൻ്റെ റൂമിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നീറ്റായി, കാരണം തുടച്ചതൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. കർട്ടനും കാര്യങ്ങളും ഇട്ടു കേട്ടോ, കാരണം കർട്ടന് താത്തിയിട്ടു. എന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ് നമ്മൾ റൂം ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയല്ലോ റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലീൻ ആക്കിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.